ഹലോ, ഗുഡ് ഈവനിങ്. പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഒരു പ്രസ്താവന വന്നു. അമേരിക്ക ഇന്ത്യയുമായിട്ടല്ല കച്ചവടം നടത്തിയത്, ഇന്ത്യ അമേരിക്കയുമായിട്ടാണ് കച്ചവടം നടത്തിയിരുന്നത്. വളരെ ഭാരിച്ച നികുതി ഇന്ത്യ അമേരിക്കയിൽ നിന്ന് അടിച്ചു മാറ്റിയിരുന്നു എന്ന രീതിയിൽ ഒരു പരിഹാസ രൂപേണ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ഇന്നൊരു കലിപ്പ് തോന്നാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, റഷ്യ, ചൈന, ഇന്ത്യ ഒരു അച്ചുതണ്ട് രൂപപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചൈനയിൽ നടന്ന ഉച്ചകോടിയിൽ ഇവർ ഇത്രയും അടുത്ത് പെരുമാറുകയും ഇവരുടെ കൂടിക്കാഴ്ച ഫലവത്താകുകയും ചെയ്താൽ ഒരുപക്ഷെ അമേരിക്കൻ താല്പര്യങ്ങളുടെ ലംഘനമാകുമോ എന്ന് ഡൊണാൾഡ് ട്രംപ് ഭയക്കുന്ന പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. എന്തായാലും ഈ പുതിയൊരു അച്ചുതണ്ട് ലോകരാജ്യങ്ങൾക്ക് തന്നെ ഒരു മോഡലാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രൈം ടൈം തുടരുകയാണ്. ഇന്ത്യയും റഷ്യയും ചൈനയും അടങ്ങുന്ന ഷാങ്ഹായ് കൗൺസിലിൽ ഇന്ത്യൻ നയതന്ത്ര വിജയം അത് തീർച്ചയായിട്ടും നമ്മൾ ആഘോഷിക്കേണ്ടതാണ്. ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നിലപാടിന് ഷാങ്ഹായ് കൗൺസിൽ അംഗീകാരവും നൽകി. പഹൽഗാം ഭീകരാക്രമണത്തെ ടിയാൻജിൻ പ്രഖ്യാപനം അപലപിച്ചു. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന് ആമുഖ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നല്ലൊരു മുന്നറിയിപ്പും നൽകി. മാത്രമല്ല, പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ മുന്നിൽ വെച്ച് തന്നെയാണ്, പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ഭീകരവാദം പ്രാദേശിക സമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണി. ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണമെന്നും ടിയാൻജിനിലെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാനുഷികതയ്ക്കെതിരായ ആക്രമണമാണ് പഹൽഗാമിൽ നടന്നതെന്ന് പറഞ്ഞ മോദി, പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ സാന്നിധ്യത്തിൽ ചില രാജ്യങ്ങൾ ഭീകരവാദത്തെ പരസ്യമായി പിന്തുണയ്ക്കുന്നുവെന്ന് വിമർശിച്ചു. जेल रहा पहलगाम में टेररिज्म का बहुत ही घिनौना रूप देखा। यह हमला केवल भारत की अंतरात्मा पर भी आघात नहीं था. പഹൽഗാം ഭീകരാക്രമണത്തെ ടിയാൻജിൻ പ്രഖ്യാപനം അപലപിച്ചു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിലെ ഇരട്ടത്താപ്പ് സ്വീകാര്യമല്ല. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ചെറുക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്നതായിരുന്നു ടിയാൻജിൻ പ്രഖ്യാപനം. അമേരിക്കയുടെ തീരുവ യുദ്ധത്തിനിടെ ഏകപക്ഷീയമായ നടപടികളെ ശക്തമായി എതിർക്കുന്നുവെന്നും ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ സംയുക്ത പ്രഖ്യാപനത്തിലുണ്ട്. 24 ഡൽഹി. ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ പ്രഹരത്തിനിടെ അമേരിക്കയ്ക്ക് വ്യക്തമായ ഒരു സന്ദേശം ഇന്ത്യ നൽകി. ഇന്ത്യ, ചൈന, റഷ്യ സൗഹൃദം അതൊരു ക്ലിയർ ആയിട്ടൊരു സന്ദേശമായിരുന്നു. ഇന്ന് ഷാങ്ഹായ് ഉച്ചകോടിക്ക് മുൻപായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും നരേന്ദ്രമോദിയും തമ്മിൽ ഒരു ചെറിയ ചർച്ചയും നടത്തി. പുടിനുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെടുകയും ചെയ്തു. ഏഷ്യയിലെ വൻശക്തികൾ തമ്മിൽ പുതിയ സൗഹൃദം രൂപപ്പെടുന്നതിന്റെ സൂചനയാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ ടിയാൻജിനിൽ കണ്ടത്. ഉച്ചകോടി വേദിയിൽ പ്രധാനമന്ത്രി മോദി എത്തിയത് വ്ളാഡിമിർ പുടിനൊപ്പം. പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെ അവഗണിച്ച് ഇരുവരും നടന്നു നീങ്ങുന്നതും ഷെഹബാസ് ഷെരീഫ് നോക്കി നിൽക്കുന്നതുമായ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടു. ഫോട്ടോ സെഷന് മുമ്പായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും നരേന്ദ്രമോദിയും തമ്മിൽ ഹ്രസ്വ ചർച്ച നടത്തി. മൂവരുടെയും ചിത്രങ്ങൾ മോദി എക്സിൽ പങ്കുവച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഉഭയകക്ഷി ചർച്ചകൾക്കായി മോദിയും പുടിനും ഒരേ കാറിലാണ് യാത്ര തിരിച്ചത്. പുടിനുമായി 50 മിനിറ്റോളം നീണ്ട ഉഭയകക്ഷി ചർച്ചയിൽ സാമ്പത്തിക ഊർജ്ജ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ചർച്ചയായി. യുക്രൈനിലെ സംഘർഷം പരിഹരിക്കുന്നതിന് സ്വീകരിച്ച നടപടികളിൽ പിന്തുണ അറിയിച്ച പ്രധാനമന്ത്രി മോദി സംഘർഷം അവസാനിപ്പിക്കുന്ന നടപടികൾ വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ വർഷം അവസാനം നടക്കുന്ന 23ാമത് വാർഷിക ഉച്ചകോടിക്കായി മോദി പുടിനെ ക്ഷണിച്ചതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 24 ഡൽഹി. അവതാരകനും നടനുമായ രാജേഷ് കേശവിൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. രാജേഷ് ശ്വാസമെടുത്ത് തുടങ്ങിയതായി മെഡിക്കൽ ബുള്ളറ്റിനിലുണ്ട്. കൊച്ചി ക്രൗൺ പ്ലാസയിലെ ഒരു പരിപാടിക്കിടെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രാജേഷ് കേശവ് കുഴഞ്ഞു വീണത്. കൊച്ചി VPS ലേക്ക് ഷോർ ആശുപത്രിയിലെ ചികിത്സ ഇപ്പോഴും തുടരുകയാണ്. ICUവിലാണ് ഇദ്ദേഹം രാജേഷ് ഉള്ളത്. എന്തായാലും വളരെ വേഗം അദ്ദേഹം സാധാരണ നിലയിലേക്ക് മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥനയുമായിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ പ്രതാപനെ പോലുള്ള ആളുകൾ ആശുപത്രിയിൽ തന്നെ കഴിയുകയാണ്. അതിനുശേഷം കൊച്ചിയിൽ നിന്ന് YS അഭിനന്ദ വിവരങ്ങളുമായി ചേരുന്നു. അഭിനന്ദ്, പറയൂ.
SKN രാജേഷ് കേശവിനെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കൊച്ചി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ഒരു പരിപാടിക്കിടെ കുഴഞ്ഞു വീഴുകയും പിന്നീട് കൊച്ചി ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് തന്നെ വെന്റിലേറ്ററിൽ ആയിരുന്നു. ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ബന്ധുക്കൾക്കും ഡോക്ടർമാർക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ വരുന്ന മെഡിക്കൽ ബുള്ളറ്റിനനുസരിച്ച് ഇപ്പോൾ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ട്രക്യോട്ടോമി എന്ന് പറയുന്ന ഒരു സർജറിക്ക് ശേഷം ഇപ്പോൾ പൂർണ്ണമായിട്ടും ശ്വാസം എടുക്കുവാൻ കഴിയുന്നുണ്ട് എന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ വെന്റിലേറ്റർ സപ്പോർട്ടിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉടൻ നടത്താമെന്നും മെഡിക്കൽ ബുള്ളറ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. EEG, ECG അടക്കമുള്ള കാര്യങ്ങൾ ഇനി നാളെ ആയിരിക്കും പരിശോധിക്കുക. പരിശോധനയ്ക്ക് ശേഷം മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ICUയിലേക്ക് മാറാൻ കഴിയുമെന്നാണ് ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിൽ പറഞ്ഞത്. ഏറെ ആശങ്കകൾ സിനിമാ ലോകത്തിനെമ്പാടും ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിലുള്ള ആളാണ്. നേരത്തെ ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് പെട്ടെന്നാണ് ഒരു പരിപാടിക്കിടെ കുഴഞ്ഞു വീഴുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. ആരോഗ്യനിലയിൽ ഇപ്പോൾ മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത്. ഉടൻ തന്നെ പുരോഗതി ഉണ്ടാകുമെന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട്. SK. ഓക്കെ, എന്തായാലും സുഹൃത്തുക്കളും അദ്ദേഹത്തിന് അടുത്തറിയാവുന്നവരും ഒക്കെ വലിയ പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ്. നല്ല അവതാരകനും നല്ലൊരു നടനുമാണ് രാജേഷ് കേശവ്. അതുകൊണ്ട് തന്നെ രാജേഷിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാം രാജേഷിന് ചുറ്റും പ്രാർത്ഥനയുമായി കഴിയുകയാണ്. വളരെ വേഗത്തിൽ സാധാരണ നിലയിലേക്ക് മടങ്ങി വരട്ടെ എന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം. ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച മുൻ നിലപാടിൽ നിന്ന് പിന്മാറാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആലോചിക്കുന്നുവെന്ന സൂചന. സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്തുന്നത് നിയമവിദഗ്ധരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിനായി വെർച്വൽ ക്യൂ രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കുമെന്നും 500 വിദേശ പ്രതിനിധികൾ അടക്കം 3000 ആളുകളെ പങ്കെടുപ്പിക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് സുപ്രീം കോടതിയിൽ വാദിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തും മുമ്പ് നിലപാട് തിരുത്തണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. പിന്നാലെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മറുപടി. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ എന്താണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. ആ ആചാരാനുഷ്ഠാനങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കും. ഒപ്പം തന്നെ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യും. അതേസമയം കോൺഗ്രസ് എതിർപ്പ് തുടരുകയാണ്. ഭൂരിപക്ഷ വർഗീയത മുതൽക്കൂട്ടാക്കാനാണ് CPIM ശ്രമമെന്ന് അടൂർ പ്രകാശ്. ഭൂരിപക്ഷ വർഗീയതയെ എങ്ങനെ മുതൽക്കൂട്ടാം എന്ന് ശ്രമിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമല ഏറ്റെടുത്തിരിക്കുന്നത്. നല്ല കാര്യമാണെങ്കിൽ എതിർക്കേണ്ടെന്ന് മുസ്ലിം ലീഗ്. നമുക്ക് അതന്നെ നമ്മളിപ്പോൾ അതിലൊരു അഭിപ്രായം പറയണ്ടല്ലോ. നല്ല കാര്യം ആണെങ്കിൽ ഗവൺമെൻറ് ആണെന്ന് വിചാരിച്ച് നമ്മൾ വേണ്ടാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അയ്യപ്പ സംഗമത്തിൽ BJPക്ക് വിയോജിപ്പില്ലെന്നും യുവതീ പ്രവേശനത്തിൽ നേരത്തെയുള്ള നിലപാട് മാറ്റിയിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ശബരിമല അയ്യപ്പ ഭക്ത സംഗമത്തെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് വിയോജിപ്പൊന്നുമില്ല. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുൻ നിലപാടിൽ നിന്നും മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും പിൻവാങ്ങിയിട്ടുണ്ടോ? പ്രതിനിധികളെ അയക്കുമെന്ന് NSS വ്യക്തമാക്കി. സംഗമ ദിവസം മാസപൂജയ്ക്കെത്തുന്ന സാധാരണ ഭക്തർക്ക് നിയന്ത്രണമുണ്ടാകും. 24 തിരുവനന്തപുരം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഞ്ചരിച്ച വിമാനം വഴിതിരിച്ചുവിട്ടു. ശ്രീനഗറിൽ നിന്ന് പുറപ്പെട്ട വിമാനം ജയ്പൂരിലേക്കാണ് വഴിതിരിച്ചുവിട്ടത്. ഡൽഹിയിലായിരുന്നു വിമാനം ഇറങ്ങേണ്ടിയിരുന്നത്. എന്നാൽ ഡൽഹിയിൽ കനത്ത മഴയായിരുന്നു. അത് കാരണം വിമാനം വഴിതിരിച്ചുവിടുകയായിരുന്നു. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി ചേരുകയാണ്. അജീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ. ജമ്മു കശ്മീരിലെ പ്രളയ സാഹചര്യം വിലയിരുത്താൻ കഴിഞ്ഞ ദിവസമാണ് അമിത്ഷാ ജമ്മു കശ്മീരിൽ എത്തിയത്. അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ അവിടുത്തെ പ്രളയ സാഹചര്യം നേരിട്ട് കാണുകയും ഒപ്പം തന്നെ രാജ്ഭവനിൽ നിർണായക കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം വൈകിട്ടാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പുറപ്പെട്ടത്. ഡൽഹിയിൽ കനത്ത മഴ ഇന്ന് രാവിലെ മുതൽ തന്നെയുണ്ട്. പലയിടത്തും വെള്ളക്കെട്ടടക്കം രൂക്ഷമാണ്. ഒരു ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പുമുണ്ട്. അതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ വിമാനം ഇപ്പോൾ ജയ്പൂരിലേക്ക് വഴിതിരിച്ചു വിട്ടത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിമാനം ജയ്പൂർ ലാൻഡ് ചെയ്തതിനു ശേഷം റോഡ് മാർഗം ഡൽഹിയിലേക്ക് വരാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഓക്കെ, അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകിയത്. തൃശൂരിൽ അച്ചടക്ക നടപടി നേരിട്ട DYFI നേതാവ് അഡ്വക്കേറ്റ് NV വൈശാഖിനെ മടക്കിക്കൊണ്ടുവരാൻ തീരുമാനമായി. DYFI വനിതാ നേതാവിന്റെ പരാതിയെ തുടർന്നാണ് CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വൈശാഖിനെ തരം താഴ്ത്തിയത്. സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ പങ്കെടുത്ത തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് ഈ പുതിയ തീരുമാനം. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി സൂരജ് സജി തൃശൂരിൽ നിന്നും തത്സമയം ചേരുകയാണ്. പറയൂ സൂരജ്.
എസ് ഇന്ന് രാവിലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്തുകൊണ്ട് തൃശൂരിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് NV വൈശാഖനെ മടക്കിക്കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു വർഷം മുമ്പാണ് ഡിവൈഎഫ്ഐയുടെ വനിതാ നേതാവിന്റെ പരാതിയിൽ NV വൈശാഖനെതിരെ നടപടിയെടുക്കുന്നത്. അതിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഈ വനിതാ നേതാവ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഡിവൈഎഫ്ഐയുടെ മുഴുവൻ ചുമതലകളിൽ നിന്ന് വൈശാഖനെ നീക്കിയെന്ന് മാത്രമല്ല CPMന്റെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തുകയും ചെയ്തു. അതിനുശേഷം ഈ പാർട്ടിയുടെ ഈ ചാനൽ ചർച്ചകളിലടക്കം സജീവമായി പങ്കെടുത്തിരുന്ന വൈശാഖനെ ഈ ചാനലിന്റെ പാനൽ ലിസ്റ്റിൽ നിന്ന് തന്നെ ഒഴിവാക്കുകയും ചെയ്തു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ ചാനൽ ചർച്ചയ്ക്കുള്ള പാനൽ ലിസ്റ്റിലേക്ക് NV വൈശാഖനെ മടക്കി കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷമാണ് ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ NV വൈശാഖനെ മടക്കി കൊണ്ടുവരാനുള്ള ഒരു നിർദ്ദേശം ഉയർന്നത്. CPMന്റെ ജില്ലാ സെക്രട്ടറി തന്നെയാണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഭൂരിഭാഗം അംഗങ്ങളും ഈ നിർദ്ദേശത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. പക്ഷേ അത് സംസ്ഥാന കമ്മിറ്റിക്ക് ഈ നിർദ്ദേശം വിട്ടിരിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റിയാണ് ഈ വിഷയത്തിൽ അന്തിമമായ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടത്. അങ്ങനെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുകയാണെങ്കിൽ NV വൈശാഖനെ ഏരിയ കമ്മിറ്റി അംഗമായി മടക്കിക്കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലൊരു പ്രശ്നമുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഉണ്ടായ വിവാദം. ഈ വിവാദത്തിനെ തുടർന്ന് കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലാണ്. സമാനമായ ഒരു പരാതിയിന്മേൽ അച്ചടക്ക നടപടി നേരിട്ട ഒരു ഡിവൈഎഫ്ഐ നേതാവിനെ CPIM മടക്കിക്കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് അതൊരു രാഷ്ട്രീയ ആയുധമാക്കും. തൃശ്ശൂരിൽ മാത്രമല്ല സംസ്ഥാനത്തുടനീളം ഒരു വീണുകിട്ടിയ ആയുധമായി NV വൈശാഖന്റെ മടങ്ങിവരവ് മാറുകയും ചെയ്യും. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു സൂരജ്. വിപിൻ സി വിജയൻ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. കരിപ്പൂരിൽ നിന്ന് ദുബായിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ വിമാനം ഇപ്പോഴും യാത്ര തിരിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. യാത്രക്കാർ പ്രതിഷേധിക്കുകയാണ്. സാങ്കേതിക തകരാറാണ് കാരണമെന്നാണ് ലഭിക്കുന്ന വിശദീകരണം. ലൈംഗിക ആരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയാണെന്ന് സ്പീക്കറെ അറിയിക്കാൻ ക്രൈംബ്രാഞ്ച്. അടുത്തയാഴ്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണ് ഈ നീക്കം. ഗർഭഛിദ്ര ശബ്ദരേഖയിലെ യുവതിയെ കണ്ടെത്താൻ മാധ്യമപ്രവർത്തകരിൽ നിന്നും വിവരം ശേഖരിക്കാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരിട്ടുള്ള പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിലും കേസുമായി മുന്നോട്ടു പോവുകയാണ് അന്വേഷണ സംഘം. നിലവിലെടുത്തിരിക്കുന്ന കേസിന്റെയും FIRന്റെയും വിവരങ്ങൾ സ്പീക്കറുടെ ഓഫീസിന് കൈമാറും. അടുത്തയാഴ്ച തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന രാഷ്ട്രീയ ചർച്ചകൾക്കിടെയാണ് ക്രൈംബ്രാഞ്ച് നീക്കം. രാഹുലിനെതിരെ പരാതി നൽകിയ അഡ്വക്കേറ്റ് ജിൻഡോ സെബാസ്റ്റ്യന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. ഞാൻ 21-ാം തീയതിയാണ് പരാതി കൊടുത്തത്. അത് വന്നത് ദൃശ്യമാധ്യമത്തിൽ വന്നൊരു ഓഡിയോ സംഭാഷണം. അതിനുശേഷം അത് സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് അത് വ്യക്തമായിട്ട് ഒരു ഗർഭചിത്രം നടത്തിയെന്ന രീതിയിൽ വന്ന് അതിനുശേഷം വന്ന് എല്ലാ ദൃശ്യമാധ്യമത്തിലും വന്ന ലിങ്കുകൾ കാര്യങ്ങളുമായി ഒരു 5-6 കൂടി കൊടുത്തിട്ടുണ്ട്. ഗർഭഛിദ്ര ശബ്ദരേഖാ വിവാദത്തിൽ യുവതിയെ പരിചയമുള്ള മാധ്യമപ്രവർത്തകരിൽ നിന്ന് വിവരങ്ങൾ തേടാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് സമാപനമായി. യാത്രയിൽ ഉടനീളം ലഭിച്ച വൻ ജനപിന്തുണയ്ക്ക് നേതാക്കൾ നന്ദി പറഞ്ഞു. ഹൈഡ്രജൻ ബോംബ് വരാനുണ്ടായിരുന്നെന്ന് രാഹുൽ ഗാന്ധി ഇന്ന് പറയുകയും ചെയ്തു. BJPക്കുള്ളൊരു മുന്നറിയിപ്പായിട്ടാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യം പ്രഖ്യാപിച്ചത്. വോട്ട് കള്ളയ്ക്കും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെ രാഹുൽ ഗാന്ധി നയിച്ച വോട്ടർ അധികാർ യാത്ര അവസാനിക്കുന്നു. പട്നയിലെ ഗാന്ധി മൈതാനത്ത് നിന്ന് പദയാത്രയോടെയായിരുന്നു വോട്ടർ അധികാർ യാത്രയുടെ സമാപന പരിപാടികൾ ആരംഭിച്ചത്. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, CPIM ജനറൽ സെക്രട്ടറി MA ബേബി, CPI ജനറൽ സെക്രട്ടറി D രാജ തുടങ്ങി ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ പദയാത്രയ്ക്കെത്തി. പട്നയിലെ സമാപന വേദി ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനമായി. നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനം ആറ്റം ബോംബായിരുന്നുവെങ്കിൽ അതിലും വലിയ ഹൈഡ്രജൻ ബോംബ് കൈവശമുണ്ടെന്നും BJP കരുതിയിരിക്കണമെന്നും രാഹുൽ ഗാന്ധി. ഓഗസ്റ്റ് 17-ന് സസ്രാമിൽ നിന്ന് ആരംഭിച്ച യാത്ര 1300 കിലോമീറ്റർ പിന്നിട്ടാണ് പട്നയിലെത്തിയത്. വോട്ടറധികാർ യാത്ര വലിയ വിജയമെന്നാണ് വിലയിരുത്തൽ. തുടർന്ന് രാജ്യവ്യാപക പ്രതിഷേധത്തിനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. പട്നയിൽ നിന്ന് ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത VG 24. മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പാർലമെന്റ് ഹൗസ് കോംപ്ലക്സിലെ ഔദ്യോഗിക വസതി ഇന്നൊഴിഞ്ഞു. സെപ്റ്റംബർ 9-ന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് അദ്ദേഹം വസതി ഒഴിഞ്ഞത്. INLD അധ്യക്ഷനും കുടുംബ സുഹൃത്തുമായ അഭയ് സിംഗ് ചൌട്ടാലയുടെ ഛത്തർപൂരിലെ ഫാം ഹൗസിലേക്കാണ് ജഗദീപ് ധൻഖർ താമസം മാറിയത്. ചൌട്ടാല ആവശ്യപ്പെട്ടതനുസരിച്ചാണിത്. ജൂലൈ 21-ന് ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ച ശേഷം ഇന്ന് ഡൽഹി സൈനിക ആശുപത്രിയിലേക്ക് പോകാനാണ് ധൻഖർ ആദ്യമായി പുറത്തിറങ്ങിയത്. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് ധൻഖർ ഔദ്യോഗിക വസതിയിലേക്ക് മാറിയത്. സർക്കാർ വസതി ലഭിക്കുന്നതുവരെ
ഛത്തർപൂർ എൻക്ലേവിൽ തുടരും. മുൻ നിയമസഭാംഗമെന്ന നിലയിലുള്ള പെൻഷനു വേണ്ടി കഴിഞ്ഞയാഴ്ച രാജസ്ഥാൻ നിയമസഭാ സെക്രട്ടേറിയറ്റിലും ധൻകർ അപേക്ഷ നൽകിയിരുന്നു. 1993 മുതൽ 1998 വരെ രാജസ്ഥാനിലെ കിഷൻഗഡിൽ നിന്നുള്ള MLA ആയിരുന്നു ജഗ്ദീപ് ധൻകർ. 2019 പശ്ചിമ ബംഗാൾ ഗവർണറായി നിയമിക്കപ്പെടുന്നതുവരെ MLA പെൻഷൻ ലഭിച്ചിരുന്നു. 2022 ജഗ്ദീപ് ധൻകർ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 24 ഡൽഹി. കരിപ്പൂരിൽ നിന്ന് ദുബായിലേക്ക് ഉച്ചയ്ക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനം വൈകുകയാണ്. ഇപ്പോഴും യാത്ര തുടങ്ങിയിട്ടില്ല. പ്രതിഷേധവുമായി യാത്രക്കാർ സാങ്കേതിക തകരാറാണ് എന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം. വിപിൻ സി വിജയൻ ചേരുകയാണ് വിവരങ്ങളുമായി. വിപിൻ, ശരിക്കും യാത്രക്കാർ ഇത്രയധികം മണിക്കൂറായി എയർപോർട്ടിൽ കാത്തു നിൽക്കുകയാണ്. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. പറയൂ. അതേ സ്കൈൻ, ഇപ്പോൾ ഇത് 6 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2:40 പുറപ്പെടും എന്ന് പറഞ്ഞിട്ടുള്ള എയർ ഇന്ത്യ വിമാനമാണ് ഇപ്പോഴും യാത്ര പുറപ്പെടാൻ കഴിയാതെ ഇരിക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ദുബായിലേക്കുള്ള എയർ ഇന്ത്യയുടെ വിമാനമായിരുന്നു. ഇതാണ് വൈകുന്നത്. ഇപ്പോൾ സാങ്കേതിക തകരാർ എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഒരു ഔദ്യോഗികമായിട്ടൊരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നൽകിയിട്ടില്ല. അപ്പോൾ 2:44 കഴിഞ്ഞ് പിന്നീട് പല സമയങ്ങളിലായി പുറപ്പെടുമെന്നുള്ളൊരു അറിയിപ്പ് മാത്രമായിരുന്നു ലഭിച്ചത്. ഇപ്പോൾ അവസാനമായി ഈ വിമാനം ക്യാൻസൽ ചെയ്തു എന്നുള്ള വിവരം വരെ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. മറ്റൊരു വിമാനത്തിലേക്ക് ഏകദേശം ഒരു 11:30 കൂടി മറ്റൊരു വിമാനത്തിൽ ഇവരുടെ യാത്ര തുടങ്ങാം എന്നുള്ള ഒരു വിവരമാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ വാക്കാൽ നൽകുന്ന ഒരു കാര്യം മാത്രമാണ്. മെയിൽ മുഖേനയൊന്നും ഇവർക്ക് അതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല. ഒരു സെക്കൻഡ്, ഒരു യാത്രക്കാരൻ പോകേണ്ട ഒരു യാത്രക്കാരൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഇസ്മയിൽ ജി, നമസ്കാരം. അപ്പോൾ എന്താ ശരിക്കും സംഭവിച്ചെന്ന് അറിയാമോ? ഇത് 1:40 പുറപ്പെടുന്ന ഫ്ലൈറ്റ് ആണ്. അപ്പൊ അതിനുശേഷം അവർ രണ്ടാമത് പിന്നെ ഫ്ലൈറ്റ് എന്താ സാങ്കേതിക തകരാറ് എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം 5 മണിക്ക് പുറപ്പെടുന്ന പറഞ്ഞു. 2:40 പുറപ്പെടുന്ന പറഞ്ഞു. 2:40 പുറപ്പെട്ടില്ല. പിന്നെ 5 മണി ടൈം പറഞ്ഞ് ഇപ്പൊ ലാസ്റ്റ് പറയുന്നത് എന്താ വെച്ചാല് അവര് 11:30 മണിക്കാണ് പറയുന്നത്. പക്ഷെ അതും അവര് റെക്കോർഡ് പരമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അവര് വാഴ കൊണ്ട് പറയുന്നേ ഉള്ളൂ. പിന്നെ ദുബായ് ഫ്ലൈറ്റ് ക്യാൻസൽഡ് എന്നാണ് ഇവിടെ സൈറ്റ് കാണിക്കുന്നത്. പക്ഷെ ഇവര് പറയുന്നത് എന്താ വെച്ചാല് 6 ഫ്ലൈറ്റ് സെപ്പറേറ്റ് ഷെഡ്യൂൾ ഇട്ടിട്ടുണ്ട്. 6 ഫ്ലൈറ്റ് വരും എന്നിട്ട് കയറ്റി വിടുന്ന പറയുന്നത്. നിങ്ങളുടെ മുമ്പിലുള്ള സാധ്യത എന്താണ് ഇസ്മയിൽ ജി? ഇവര് പറയുന്നത് എന്താ വെച്ചാല് ഒന്നുകിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് വേറെ ഡേറ്റിൽ നിൽക്കുക. കാരണം നാളെ ഞങ്ങൾ ഇന്ന് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യേണ്ട ആൾക്കാരാണ്. ഇന്ന് വൈകുന്നേരം ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യേണ്ട ആളാണ് ഞാനൊക്കെ. നമുക്ക് കമ്പനിയിലെ പ്രോബ്ലംസ് ഉണ്ട്. മാത്രമല്ല ഇവിടെ ഒരുപാട് സ്ത്രീകൾ ഫാമിലീസ് ഉണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും. ഒരു ഭക്ഷണം കാര്യമായിട്ടൊന്നും തന്നിട്ടില്ല. ഇവര് ഉച്ചക്ക് രാവിലെ ചായ കുടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ഉച്ചക്ക് ഭക്ഷണം തന്നിട്ട് ഒരു ബിസ്ക്കറ്റിന്റെ പീസ് മാത്രം തന്നിട്ട് സംസാരിച്ച ശേഷമാണ് തന്നിട്ടുണ്ട്. ഓക്കെ ഇസ്മയിൽ ജി, ഞങ്ങൾ ഈ വാർത്ത ഫോളോ ചെയ്യാം. താങ്ക് യു വിളിച്ചതിന്. എന്തായാലും ആ വിമാനം വൈകിയാണ്. ഇപ്പോഴൊരു തീരുമാനമായിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ വിമാനം ക്യാൻസൽ ചെയ്തതായിട്ടാണ് എയർപോർട്ടിലെ അറിയിപ്പിൽ കാണുന്നതെന്നാണ് ഇസ്മയിൽ എന്ന യാത്രക്കാരൻ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പ് സംബന്ധിച്ച CPM നിലപാട് ചോദ്യം ചെയ്ത് CPI പാർട്ടി പിളർന്ന ദേശീയ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തത് 65 പേരെന്ന ചിന്താവാരികയിലെ ലേഖനം CPI നേതാവ് സത്യൻ മൊകേരി തള്ളി. 95 പേർ പങ്കെടുത്ത ദേശീയ കൗൺസിലിൽ നിന്ന് ന്യൂനപക്ഷമായി 32 പേർ മാത്രമാണ് ഇറങ്ങിപ്പോയതെന്ന് നവയുഗത്തിലൂടെ മറുപടി. ചിന്താലേഖനം ചരിത്രത്തോടുള്ള വഞ്ചനയാണെന്നും വിമർശനമുയർന്നു. CPIM-ന്റെ സൈദ്ധാന്തിക വാരികയായ ചിന്തയുടെ VS പതിപ്പിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ വന്ന പരാമർശത്തിനെതിരെയാണ് CPIയുടെ വിമർശനം. ദേശീയ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്ത 65 പേരിൽ 32 പേർ ഇറങ്ങിപ്പോയെന്നും ഒരാളുടെ ഭൂരിപക്ഷമേ ഔദ്യോഗികപക്ഷത്തിന് ഉണ്ടായിരുന്നുള്ളൂ എന്നായിരുന്നു ചിന്താലേഖനത്തിലെ പരാമർശം. ഇത് തീർത്തും തെറ്റായ വസ്തുതയാണ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് CPI ദേശീയ കൗൺസിൽ അംഗം സത്യൻ മൊകേരി പാർട്ടിയുടെ സൈദ്ധാന്തിക മാസികയായ നവയുഗത്തിൽ മറുപടി നൽകിയിരിക്കുന്നത്. 1964 നടന്ന ദേശീയ കൗൺസിൽ യോഗത്തിൽ 95 പേർ പങ്കെടുത്തു. അതിൽ 32 പേർ മാത്രമാണ് ഇറങ്ങിപ്പോയത്. ബാക്കി 63 പേർ തുടർന്നും സജീവമായി പങ്കെടുത്തു. ഈ വസ്തുത മറച്ചുവെച്ച് ചരിത്രത്തെ വക്രീകരിക്കാനാണ് ചിന്തവാരികയുടെ ശ്രമമെന്നാണ് സത്യൻ മൊകേരിയുടെ മറുപടി. ന്യൂനപക്ഷം ഭൂരിപക്ഷ തീരുമാനത്തിന് വഴങ്ങണമെന്ന കമ്മ്യൂണിസ്റ്റ് സംഘടനാ തത്വം ലംഘിച്ചുകൊണ്ട് 32 പേർ മാത്രം നടത്തിയ ഇറങ്ങിപ്പോക്കിനെ പുതിയ കണക്ക് അവതരിപ്പിച്ച് ന്യായീകരിക്കുന്നത് ചരിത്രത്തോടുള്ള വഞ്ചനയാണെന്നും സത്യൻ മൊകേരി വിമർശിക്കുന്നു. ചരിത്രം തെറ്റായി പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയായ കമ്മ്യൂണിസ്റ്റ് രീതിയിലെന്ന് മറക്കരുതെന്നും അദ്ദേഹം നവയുഗത്തിലെ ലേഖനത്തിൽ ഓർമ്മിപ്പിച്ചു. പുതിയ തലമുറയെ ആ തരത്തിൽ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ പാർട്ടിക്ക് ആശയതലത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല, ചരിത്രത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. R. അജയൻ എഡിറ്റ് ചെയ്ത നവയുഗത്തിന്റെ സംസ്ഥാന സമ്മേളന പതിപ്പിലാണ് പാർട്ടി പിളർപ്പ് സംബന്ധിച്ച പരാമർശത്തിന് CPI നേതൃത്വം മറുപടി നൽകുന്നത്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് സംസ്ഥാന സമ്മേളന പതിപ്പ് ഇന്ന് പ്രകാശനം ചെയ്തത്. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം.
മറ്റു വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 3 ദിവസങ്ങൾക്കിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 പേർ മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞും മലപ്പുറം സ്വദേശിനി 52-കാരിയുമാണ് മരിച്ചത്. ചികിത്സയിലുള്ള 10 പേരിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാറാണ് ഇക്കാര്യം 24നോട് പറഞ്ഞത്. ഇന്നലെ രാത്രിയാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവേ ഗുരുതരാവസ്ഥയിലായ ഓമശ്ശേരി സ്വദേശി അബൂബക്കർ സിദ്ദിഖിന്റെ 3 മാസം പ്രായമായ മകൻ മരിച്ചത്. കഴിഞ്ഞ 28 ദിവസമായി കുഞ്ഞ് വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു. കുട്ടിയുടെ ആരോഗ്യനില ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ ഗുരുതരമായിരുന്നുവെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. ബ്രെയിനിന്റെ പ്രവർത്തനം തീരെ ഇല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെയാണ് വെന്റിലേറ്ററിൽ നമ്മൾ ആക്കേണ്ടി വന്നത്. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസിയും പ്ലേറ്റ്ലെറ്റ് കൗണ്ടും വളരെ കുറവുള്ള ഒരവസ്ഥയിൽ ഇൻറ്റൻസീവായിട്ടുള്ള കൊടുക്കാവുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും നോക്കിയിരുന്നത്. ശനിയാഴ്ചയാണ് മലപ്പുറം വേങ്ങര കണ്ണമംഗലം സ്വദേശിനി റംല മരിച്ചത്. 52 വയസ്സായിരുന്നു. 10 പേരാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. 2 പേഷ്യൻസ് വളരെ ബാഡാണ്. ഓൾറെഡി പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉള്ള പേഷ്യൻസ് ആണ്. അവർ 2 പേരും വെന്റിലേറ്ററിലാണ്. സാധ്യമാകുന്ന ഏറ്റവും മികച്ച ചികിത്സയാണ് രോഗികൾക്ക് നൽകി വരുന്നതെന്ന് വിദഗ്ധ സംഘം അറിയിച്ചു. 24 കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വൈറോളജി ലാബിന്റെ നിർമ്മാണം 4 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ. കഴിഞ്ഞ 6 കൊല്ലമായി ലാബിന്റെ നിർമ്മാണം അനിശ്ചിതത്വത്തിലായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്നും കഴിഞ്ഞ 1.5 കൊല്ലമായി നോഡൽ ഓഫീസർ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്നും ഡോക്ർ സജിത് കുമാർ 24നോട് പറഞ്ഞു. ഇത് ICMRലെ 2 ഡിവിഷൻ ഉണ്ട്. അവരാണിത് നോക്കുന്നത്. സെൻട്രൽ PWDയും പിന്നെ ICMRൻ്റെ ആണ്. അവരുടെ വെച്ചിട്ട് നമ്മുടെ എക്യുപ്മെൻറ്റ്സും. അപ്പം അതിൽ നമ്മൾക്ക് അവരെ നോഡൽ ഓഫീസർ ഉണ്ട്. അപ്പോൾ ഇടയിൽ അവരെ നോഡൽ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നില്ല 1.5 വർഷത്തോളം. അതായിരുന്നു പ്രധാന കാരണം. അത് നമ്മുടെ ലെവലിലെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബിൽഡിംഗ് കഴിഞ്ഞു. ഇനി അതിൽ എക്യുപ്മെൻറ്റ്സ് കുറേ വന്നു. ഇനി കുറച്ചുകൂടി വരാനുണ്ട്. ഒരു 3-4 മാസം മുന്നേ നമ്മുടെ ICMR പൂനെയിലോട്ട് ഡോക്ടർ അനിതയുടെ നേതൃത്വത്തിൽ പോയിരുന്നു. അതേപോലെ നമ്മൾ NAV ആലപ്പിയിലും പോയിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മളൊരു മോഡിഫിക്കേഷൻസ് ഒക്കെ അതിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു 3-4 മാസം കൊണ്ട് റെഡിയാവുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം ടെക്നിക്കലി ഈ ICMRൻ്റെ ടീമാണ് നമുക്കത് ചെയ്തു തരേണ്ടത്. അതായത് സെൻട്രൽ PWD, നമ്മുടെ സ്റ്റേറ്റ് PWD അല്ല വർക്ക്. കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് തത്സമയം ചേരുകയാണ് പ്രൈം ടൈമിൽ. നിഖിൽ, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് ഈവനിങ്. മലബാറിന്റെ ആരോഗ്യ രംഗത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വൈറോളജി ലാബ് 4 മാസത്തിനകം അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർണ്ണമായി പൂർത്തിയാകുമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ അതൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 6 വർഷം മുൻപ് ഇപ്പോൾ ആദ്യമായി സ്ഥിരീകരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ലാബ് അത് കോഴിക്കോട് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ ഈ ഫലങ്ങളടക്കം ലഭ്യമാക്കാൻ കഴിയും എന്നുള്ളൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടതും ഇതിൻ്റെ പ്രവൃത്തികൾ ആ ഘട്ടത്തിൽ ആരംഭിച്ചതും 6 വർഷമായി. പക്ഷേ ഈ ലാബിൻ്റെ നിർമ്മാണം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ICMR ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ലാബ് നിർമ്മിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം. എന്നാൽ 1.5 വർഷമായി ഈ പദ്ധതിക്ക് ഒരു നോഡൽ ഓഫീസർ ഇല്ലാത്തത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്രത്തോളം ഈ പ്രവൃത്തി ലാബിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നത് ഇത്ര വൈകാൻ കാരണം ഒരു നോഡൽ ഓഫീസറുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും ഇനി അധികം വൈകില്ല. 4 മാസത്തിനകം കോഴിക്കോട് സ്വന്തമായി നമുക്കൊരു വൈറോളജി ലാബ് ഉണ്ടാകും. കൂടുതൽ സജ്ജീകരണങ്ങൾ അവിടെ ഉണ്ടാകും. നിപ്പ സ്ഥിരീകരിച്ച ഘട്ടത്തിലടക്കം നമുക്ക് ഈ ഫലങ്ങൾ വേഗത്തിൽ ലഭിക്കുന്നതിന് വലിയ പ്രതിസന്ധി അടക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊരു പരിധി വരെയെങ്കിലും കുറയ്ക്കാൻ ഈ വൈറോളജി ലാബ് കോഴിക്കോട് സ്ഥാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. അത് ആരോഗ്യ കേരളത്തിന് വലിയ രീതിയിലുള്ള ഗുണം ചെയ്യുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ഉപകരണങ്ങളുടെ വിതരണം നിലച്ചതോടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധിയിലാകുന്നു. വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക സർക്കാർ കൊടുത്തു തീർക്കാത്തതുകൊണ്ട് ഇന്നു മുതൽ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവെക്കുന്നതായി വിതരണക്കാരുടെ സംഘടന അറിയിച്ചു. ഓഗസ്റ്റ് മാസത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി വിതരണക്കാർ ചർച്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 31 മുൻപ് കുടിശ്ശിക നൽകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയെങ്കിലും അത് പാലിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവെക്കാൻ
വിതരണക്കാരുടെ സംഘടന തീരുമാനിച്ചത്. 21 ഗവൺമെൻറ് കാത്ത് ലാബിൽ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അറിയിച്ചിരുന്നു. അപ്പം ഓഗസ്റ്റ് മാസം നമുക്ക് പേയ്മെൻറ്റ് ക്ലിയർ ചെയ്യുമെന്നായിരുന്നു നമുക്ക് കിട്ടിയ ഉറപ്പ്. അപ്പം ഓഗസ്റ്റ് 30 വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ സ്ട്രൈക്കിലേക്ക് പോകാതിരിക്കാൻ വേറെ ഓപ്ഷനില്ല. കാരണം നമുക്ക് സ്റ്റോക്കുകളില്ല. കാരണം നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാത്തതുകൊണ്ട് പാരൻറ്റ് കമ്പനി നമുക്ക് സ്റ്റോക്ക് തരുന്നില്ല. അങ്ങനെ പല സ്ഥലത്തും കറക്റ്റായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനിയും പേയ്മെൻറ്റ് ഡിലേ ആയി കഴിഞ്ഞാൽ സെപ്റ്റംബർ 1 മുതൽ നമ്മൾ കേരളത്തിൽ 21 ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ കാത്ത് ലാബ്സിൽ നമ്മൾ സ്റ്റോക്ക് റീപ്ലേസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇന്ന് മുതൽ. നിലവിൽ 158 കോടിയോളം രൂപയാണ് വിതരണക്കാർക്ക് സർക്കാർ നൽകാനുള്ളത്. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം നിലച്ചാൽ സർക്കാരിന് കീഴിലെ 21 ആരോഗ്യ കേന്ദ്രങ്ങളെയാണ് ഇത് ഗുരുതരമായി ബാധിക്കുക. പ്രശ്നം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ പാവപ്പെട്ട രോഗികൾ ദുരിതത്തിലാകും. ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. ഇന്ന് അഫ്ഗാനിസ്ഥാനിലുണ്ടായ അതിതീവ്ര ഭൂചലനത്തിൽ 800 പേർ മരിച്ചു. 2000-ഓളം പേർക്ക് പരിക്കേറ്റുവെന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന കണക്ക്. മേഖലയിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ത്യ 15 ടൺ ഭക്ഷണ സാധനങ്ങൾ കാബൂളിലേക്ക് അയച്ചു കഴിഞ്ഞു. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ജിഷ്ണു രവീന്ദ്രൻ തത്സമയം ചെന്നു. ജിഷ്ണു, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ. SKN, ഇന്നലെ രാത്രി 11:47 കിഴക്കൻ അഫ്ഗാനിസ്ഥാനെ കിടിലം കൊള്ളിച്ചുകൊണ്ടുള്ള റിക്ടർ സ്കെയിലിൽ 6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടാകുന്നത്. ഈ ഭൂചലനത്തിൽ 800 പേർ മരിച്ചു എന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. 2800ഓളം പേർക്ക് പരിക്കേറ്റു. അതിദാരുണമായ അവസ്ഥയിലാണ് അഫ്ഗാനിസ്ഥാനുള്ളത്. വാവിട്ട് കരയുന്ന കുട്ടികളെയും സ്ത്രീകളെയുമാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ ഏറ്റവും അത്യാവശ്യമായി ഇപ്പോൾ ആവശ്യമുള്ളത് ആശുപത്രി സംവിധാനങ്ങൾ, അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ, ആവശ്യമായ ഭക്ഷണവും ശുദ്ധമായ ജലവുമാണ്. ഇത്തരം അവശ്യ സാധനങ്ങളൊന്നും ഇപ്പോൾ അവിടെ ലഭ്യമല്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഞായറാഴ്ച രാത്രി 11:47 ഉണ്ടായ ഈ ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും 8 കിലോമീറ്റർ മാത്രം ആഴത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഈ ഭൂചലനത്തിൻ്റെ ആഘാതം ഇത്രയും വർദ്ധിപ്പിക്കുന്നത് എന്നതാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. 8 കിലോമീറ്റർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ ആഴമായി തോന്നാമെങ്കിലും 8 കിലോമീറ്റർ എന്ന് പറയുന്നത് ഭൂമിയുടെ പ്രതലത്തോട് ചേർന്ന് നിൽക്കുന്ന ആഴം മാത്രമായാണ് വിദഗ്ധർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ ആഘാതമുണ്ടാക്കിയിരിക്കുന്നു. അതുമാത്രമല്ല, അതിനുശേഷം ഏകദേശം 13ഓളം തുടർചലനങ്ങളും ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 20 മിനിറ്റ് കഴിഞ്ഞ് 4.5 തീവ്രതയുള്ള ഒരു ഭൂചലനം ഉണ്ടാകുന്നു. ശേഷം 4.3, 5.2 തീവ്രതകളുള്ള മറ്റു ഭൂചലനങ്ങളും ഉണ്ടാകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് നങ്കർഹർ, അതുപോലെ ജലാലാബാദ്, ബസവുൾ എന്നീ മേഖലകളിലാണ് ഈ ആഘാതം അതിശക്തമായുള്ളത്. ബസവുൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച്. അഫ്ഗാനിസ്ഥാൻ്റെ ക്യാപിറ്റലായ, അവിടുത്തെ തലസ്ഥാനമായ കാബൂളിൽ നിന്നും കേവലം 150 കിലോമീറ്റർ മാത്രം മാറിയിരിക്കുന്ന ഒരു നഗരമാണ് ജലാലാബാദ് എന്ന് പറയുന്നത്. ജലാലാബാദ് പാകിസ്ഥാൻ അതിർത്തിയുമായി അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ്. അതൊരു വ്യാവസായിക കേന്ദ്രമാണ്. 3 ലക്ഷത്തോളം ജനങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് എന്നത് വളരെ പ്രധാനമാണ്. അതുമാത്രമല്ല, 2015 ശേഷം സംഭവിക്കുന്ന ഏറ്റവും തീവ്രതയുള്ള ഒരു ഭൂചലനമാണിത് എന്നതും നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് മരണസംഖ്യ ഇനിയും ഉയരും എന്നാണ് നമ്മൾ ഇപ്പോൾ കണക്കാക്കേണ്ടത്. SKN. ഓക്കെ, താങ്ക് യു ജിഷ്ണു രവീന്ദ്രൻ. പെരിയാറിലൂടെ ഒഴുകിയെത്തിയ ആനയുടെ ജഡം എറണാകുളം പറവൂർ ഗോതുരുത്തിയിൽ അടിഞ്ഞു. 50% ജീർണിച്ച നിലയിലാണ് ആനയുടെ ജഡം കണ്ടത്. 15 വയസ്സ് പ്രായമുള്ള പിടിയാനയാണെന്നാണ് സൂചന. മലയാറ്റൂർ വനമേഖലയിലെ പുഴകളിൽ ആനകളുടെ ജഡങ്ങൾ സ്ഥിരമായി ഒഴുകിയെത്തുന്നതിനാൽ വനംവകുപ്പ് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരും. അഭിനന്ദ്, പറയും. പെരിയാറിലൂടെ ഇത്തരത്തിലേക്ക് ആനയുടെ ജഡം ഒഴുകിയെത്തുന്നത് ഒരു പതിവ് കാഴ്ചയെ തുടരുകയാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലേക്ക് ഒരു ആനയെ കാണാനില്ല എന്നുള്ള വാർത്ത ഉണ്ടായിരുന്നത്. ഇപ്പോൾ 50% ജീർണിച്ച നിലയിൽ ആണിപ്പോൾ ആനയുടെ ജഡം കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വിശദമായ അന്വേഷണം നടത്തി. ആ വിശദമായ അന്വേഷണത്തിനകത്ത് 15 വയസ്സ് മാത്രമുള്ള പിടിയാനയാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ആനയുടെ ജഡം സംസ്കരിക്കുന്നതിനുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു തുടർക്കഥയായി മാറിയ സാഹചര്യത്തിൽ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വനം വകുപ്പ്. വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചത്. 11 അംഗ വിദഗ്ധ സമിതിയാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുക. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ DK വിനോദ് കുമാർ നേതൃത്വത്തിലാണ് അന്വേഷണം. വിദഗ്ധ സമിതിയുടെ വിശദമായ റിപ്പോർട്ട് ഒരാഴ്ചക്കകം സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പൂയംകുട്ടി പുഴയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരുപാട് ആളുകൾ ഒരു സംശയം രേഖപ്പെടുത്തിയിരുന്നു. വനംവകുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന്. എന്തായാലും ആ സംശയം ഉൾപ്പെടെ ദൂരീകരിക്കുമെന്നും വനം വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഒരാഴ്ചക്കകം വിശദമായ റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് മറ്റൊരു സംഭവം ഉണ്ടായത് 50% ജീർണിച്ച നിലയിൽ 15 വയസ്സ് മാത്രം
മാത്രം പ്രായമുള്ള പിടിയാനെ, കാണാതായ പിടിയാനെ ഇപ്പോൾ പെരിയാറിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. SK. ഇപ്പോൾ ഡൽഹിയിൽ നിന്നൊരു വാർത്ത. ഡൽഹിയിൽ വെള്ളപ്പൊക്ക ഭീഷണി. ഹരിയാനയിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ മുന്നറിയിപ്പ് ഡൽഹിയിൽ നൽകിയിട്ടുണ്ട്. ഡൽഹി സജ്ജമെന്നാണ് മുഖ്യമന്ത്രി രേഖ ഗുപ്ത പറയുന്നത്. പഞ്ചാബിലെ പ്രളയ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മന്നുമായി സംസാരിച്ചു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി നമുക്കൊപ്പം ചേർന്നു. ഡൽഹി എന്ന മഹാനഗരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അതുപോലെ അവിടെ പ്രളയ ഭീഷണി ഉണ്ടെന്നുള്ള രീതിയിൽ വാർത്ത വരുന്നുള്ളൂ. വെള്ളപ്പൊക്ക ഭീഷണി ശരിക്കും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏത് സ്ഥലത്തൊക്കെയാണ്? SK, അതായത് ഈ ഹരിയാനയിലെ അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഡൽഹിയിൽ ഒരു വെള്ളപ്പൊക്ക ഭീഷണി നിലവിലുള്ളത്. ഇതിന്റെ ഭാഗമായാണ് ജാഗ്രതാ മുന്നറിയിപ്പും നൽകിയിരിക്കുന്നത്. ഹരിയാനയിലെ ഹത്നികുണ്ട് അണക്കെട്ടിൽ നിന്ന് ഏതാണ്ട് 29,000 ക്യൂസെക്സ് വെള്ളം ഇതിനോടകം തന്നെ തുറന്നുവിട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ യമുന നദിയിലെ ജലനിരപ്പ് അപകട നില അത് പിന്നിട്ടിരുന്നു. 205.33 മീറ്റർ പിന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം ഭീഷണിയായി നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് രാത്രിയോടുകൂടി യമുന നദിയിലെ ജലനിരപ്പ് വീണ്ടും ഉയരാനുള്ള സാധ്യതകളുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അതീവ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ പലയിടങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഒപ്പം തന്നെ സാഹചര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തിയതായാണ് മുഖ്യമന്ത്രി രേഖ ഗുപ്ത അറിയിക്കുന്നത്. എല്ലാ തരത്തിലും പൂർണ്ണമായും ഡൽഹി നഗരം സജ്ജമാണ് എന്നുകൂടി മുഖ്യമന്ത്രി ഉറപ്പു നൽകുന്നു. ആ പശ്ചാത്തലത്തിലും താഴ്ന്ന പ്രദേശങ്ങളിൽ നേരിയ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഇതിനു മുൻപ് 2023 ഇത്തരത്തിൽ അണക്കെട്ട്, ഹരിയാനയിലെ അണക്കെട്ടിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടത് വലിയ രീതിയിൽ ഡൽഹിയിലെ പലയിടങ്ങളിലും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ പൂർണ്ണ തയ്യാറെടുപ്പ് എടുത്തിട്ടുണ്ട് എന്നതാണ് ഡൽഹി സർക്കാർ അറിയിക്കുന്നത്. ഒപ്പം തന്നെ പഞ്ചാബിലെ പ്രളയ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നുമായി ഫോൺ സംഭാഷണത്തിലൂടെയാണ് സാഹചര്യങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത്. എല്ലാ സഹായവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. SK. ഓക്കെ, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ സംഭവത്തിൽ പരാതിക്കാരുടെ മൊഴി വിദഗ്ധ സമിതി രേഖപ്പെടുത്തും. ഈ ബുധനാഴ്ച മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ ഹാജരാകാൻ സുമയ്യയ്ക്ക് നിർദ്ദേശം വന്നു. ആരോഗ്യവകുപ്പ് ഡയറക്ടറും പങ്കെടുക്കും. 24 ആണ് ഈ വാർത്ത പുറത്തുകൊണ്ടുവന്നത്. തൈറോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്കിടെയാണ് ഗൈഡ് വയർ കാട്ടാക്കട സ്വദേശി സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങിയത്. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതിക്ക് മുന്നിൽ ഹാജരാകാനാണ് പരാതിക്കാരിക്ക് നിർദ്ദേശം നൽകിയത്. ബുധനാഴ്ച രാവിലെ 10:30 മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിലെത്താനാണ് അറിയിപ്പ്. ഇതുവരെയുള്ള എല്ലാ ചികിത്സാ രേഖകളും ഹാജരാക്കണം. ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിദഗ്ധ സമിതി സുമയ്യയുടെ മൊഴിയെടുക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ ചികിത്സാ പിഴവ് വ്യക്തമാക്കുന്ന കണ്ടെത്തലുകളില്ല. തുടർന്നാണ് വീണ്ടും പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത്. സംഭവത്തിൽ ആരോപണ വിധേയനായ ഡോക്ടർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് കൈമാറിയേക്കും. 24 തിരുവനന്തപുരം. എറണാകുളത്ത് 25 കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പിൽ സൈബർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. കടവന്ത്ര സ്വദേശി നിമേഷിന്റെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. 15 തവണയായാണ് പണം തട്ടിയെടുത്തതെന്നാണ് വിവരം. YS അഭിനന്ദ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അഭിനന്ദ്, വിവരങ്ങൾ. SK നിക്ഷേപിക്കുന്ന പണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. കഴിഞ്ഞ മാർച്ച് മുതൽ ആരംഭിച്ച തട്ടിപ്പാണ് 29/8/2020, അതായത് ഓഗസ്റ്റ് 29 വരെ നീണ്ടു. 15 തവണയായാണ് പൈസ തട്ടിയെടുത്തത്. 24 കോടിയിലധികം രൂപ പലതവണയായി തട്ടിയെടുത്തെന്നാണ് കടവന്ത്ര സ്വദേശി നിമേഷ് കൊച്ചി സൈബർ സിറ്റി പോലീസിൽ പരാതി നൽകിയത്. 29-ാം തീയതിക്ക് ശേഷം പണം എവിടെ എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഉത്തരം ഇവർ നൽകിയിരുന്നില്ല. വാട്സപ്പ് ചാറ്റിലൂടെയായിരുന്നു ആദ്യം സംസാരിച്ചിരുന്നത്. പിന്നീട് ടെലഗ്രാമിൽ തന്നെ capitalixbot.com.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലൂടെ പണം നിക്ഷേപിക്കാനായിട്ട് നിർബന്ധിച്ചു. പിന്നീട് ഒരു തരത്തിലും എവിടെ പൈസ നിക്ഷേപിച്ചാൽ എന്ത് ലഭിക്കുമെന്നുള്ള അടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്തതിനെ തുടർന്നാണ് കൊച്ചി സൈബർ സിറ്റി പോലീസിൽ പരാതിയുമായി നിമേഷ് എത്തിയത്. അങ്ങനെയാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. IPC 340, 350 വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വാട്സാപ്പ് ചാറ്റുകളൊപ്പം തന്നെ DP ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് സമഗ്രമായ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് കൊച്ചി സൈബർ സിറ്റി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. SK. പാലക്കാട്ട് അപകടത്തിൽ പരിക്കേറ്റ് കൈയറ്റുപോയ യുവതി മരിച്ച സംഭവത്തിൽ മറ്റൊരു വാഹനം ഇടിച്ച തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് പോലീസ്.
നിയന്ത്രണം തെറ്റി സ്കൂട്ടർ മറിഞ്ഞതായിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം. കോയമ്പത്തൂർ AJK കോളേജിലെ അധ്യാപികയായ പാലക്കാട് ചക്കാന്തറ സ്വദേശിനി ആൻസിയാണ് രാവിലെ ഉണ്ടായ അപകടത്തിൽ മരിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടെ പുതുശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് അപകടം. ആൻസി ഓടിച്ചിരുന്ന സ്കൂട്ടർ സർവീസ് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ മറ്റേതോ വാഹനമിടിച്ച് സ്കൂട്ടർ മറിഞ്ഞതാകാമെന്നായിരുന്നു നിഗമനം. എന്നാൽ ദൂരെ നിന്നുള്ള CCTV ദൃശ്യങ്ങളിൽ മറ്റു വാഹനങ്ങൾ ഇടിക്കുന്നതായി കാണുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. ദേശീയപാതയിൽ നിന്ന് നിയന്ത്രണം തെറ്റി ആൻസി സഞ്ചരിച്ച സ്കൂട്ടർ താഴെ സർവീസ് റോഡിലേക്ക് മറിഞ്ഞതായിരിക്കാമെന്നാണ് നിഗമനം. അപകടത്തിൽ ആൻസിയുടെ കൈമുട്ടിന് താഴെയാണ് അറ്റുപോയത്. കോയമ്പത്തൂരിലെ ഗംഗ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോകും വഴി വാളയാറിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. പാലക്കാട് കൈക്കുത്തിപ്പറമ്പ് സ്വദേശി വിപിന്റെ ഭാര്യയാണ് 36-കാരിയായ ആൻസി. 24 പാലക്കാട്. ഇതോടെ പ്രൈം ടൈം അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.